എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. ഇന്നലെ അർബൻ ഫ്രീ റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ചെറിയൊരു കഴുത്ത് എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഈ കഴുത്ത് ഇങ്ങനെ മസിൽ പിടിക്കുകയാണോ അതോ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല, എനിക്കറിയില്ല. ഇന്നലത്തെ അർബൻ ഫ്രീ റൈഡ് കഴിഞ്ഞ് നമ്മുടെ പോളിവുട്ടനെ ഫുള്ള് കഴുകണം കേട്ടോ, നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ അനിയൻ ഇപ്പോൾ ഉപയോഗിക്കലില്ല കേട്ടോ. അനിയൻ ഇവിടെ ഡെയിലി വ്ളോഗ് കാണുന്നവർക്കറിയാം, അനിയൻ ഇപ്പോൾ കൊണ്ട് നടക്കലില്ല വണ്ടി. നമുക്ക് ബാക്കിലത്തെ ടയറിൻ്റെ എയർ കുറച്ച് പ്രഷർ കൂടുതലാണ് കേട്ടോ. നോക്കി പൊടിയായിട്ട് നല്ല പൊടിയുണ്ട് കേട്ടോ, നല്ല പൊടിയായിട്ട് ഇരിക്കുന്നുണ്ട്. കഴുകിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ബറ്റാലിയൻ ഇരിക്കുന്നുണ്ട്. ബറ്റാലിയൻ്റെ ആക്ച്വലി ഇന്നലെ ഞാൻ അനിയനെ കൊണ്ട് ഈ സംഭവം ഞാൻ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവൻ്റെ അടുത്ത് ഫ്രീ ആകുമ്പോൾ നോക്കിയാൽ ഈ ഭാഗത്ത് അവൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പെയിൻറ്റ് പ്രൊട്ടക്ഷൻ PPF ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അധികം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ചെറിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അവൻ ഒട്ടിച്ചപ്പോൾ. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? PPF ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും സ്ക്രാച്ച് ആവുകയാണെങ്കിൽ തന്നെ ഇവിടെയും ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒട്ടിച്ചിട്ടില്ല എന്നുണ്ട് കേട്ടോ. ജോഹേൻ, ഇവിടെ ഒട്ടിച്ചിട്ടില്ലല്ലോ ഈ PPF. ജോഹനെ, ഇവിടെ ഒട്ടിച്ചിട്ടില്ലല്ലോ PPF. ഇവിടെ ഒട്ടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അപാകതകളുണ്ട്, എന്നാലും സ്ക്രാച്ച് ആവരുത് ഗൈസ്, അത്രേ നമ്മുടെ ഉദ്ദേശം വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ PPF ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ ബ്രേക്ക് ഇതാണ് വരുന്നത്. ഇവിടെ നമുക്ക് ലോക്ക് ഇതൊക്കെ ചെയ്യാം. ഇവിടെയും PPF ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ദി ഫിലിം. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, പക്ഷെ അത് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. പ്രത്യേകിച്ച് പുതിയ ബൈക്ക് നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇത് 30,000 രൂപയ്ക്ക് താഴെയാണ് ബറ്റാലിയൻ V3യുടെ ഇത് വരണത്. അതിൻ്റെ ഞാൻ വാങ്ങിയപ്പോൾ ഉള്ള ബേസിക് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് സൈഡിലത്തെ സ്റ്റാൻഡ് ഇങ്ങനെ ആക്ച്വലി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കുന്ന ഇന്നലത്തെ സ്റ്റാൻഡില്ല, ഞാൻ വീട്ടിലേക്ക് വെച്ചിട്ടില്ല. വീട്ടിലേക്ക് വെക്കാണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബറ്റാലിയൻ്റെ ബൈക്കും ഇവിടെ ഇരിക്കുന്നുണ്ട്. അനിയനോട് ചോദിച്ചിട്ട് അവന് റിപ്ലൈ ഒന്നും ഇല്ല, അവിടെ നിന്ന് ഇതാവും, അവൻ വേറെ എന്തെങ്കിലും തിരക്കിലാവും. അപ്പോൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. സാധനം PPF മസ്റ്റായിട്ടും ഒട്ടിക്കേണ്ട ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ബറ്റാലിയൻ്റെ V1ഉം പോളിവുട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അമ്മയുടെ കുറേ ചെടിച്ചട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ ഗെയിമിൻ്റെ അവർ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഗെയിംസ് കാര്യങ്ങളെല്ലാം പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊന്ന് നോക്കി നോക്കാം. എൻ്റെ കയ്യിലുള്ള ഗെയിംസ് ഞാനിപ്പോൾ കാട്ടിത്തരാം കേട്ടോ. പൊടി പിടിച്ച് ഇരിക്കുകയാണ്. ഇതാ ഇത് രണ്ടുമാണ് എൻ്റെ കയ്യിലുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 3 ഉണ്ട്, പിന്നെ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ഗെയിമും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ 2 ഗെയിം മാറ്റിയിട്ട് വേറെ 2 ഗെയിം എടുക്കാനാണ്. പക്ഷേ ഇത് എടുത്തോടെ തന്നെ കൊടുക്കേണ്ടി വരും. എറണാകുളത്ത് നിന്നാണ് ഇത് എടുത്തത് കേട്ടോ. എനിക്കറിയില്ല അവർ തിരിച്ചെടുത്തിട്ട് വേറെ ഗെയിം കിട്ടുമെന്നുള്ളത്. എന്തായാലും ഈ 2 ഗെയിം നമുക്ക് മാറ്റിയിട്ട് വേറെ എടുക്കണം, അല്ലെങ്കിൽ വേറെ ഗെയിം ഉണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് എടുക്കണം. അപ്പോൾ കാലത്ത് 9 മണിയായി. 9 മണിക്ക് അമ്മേനെ കൊണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഇതും വാങ്ങിയിട്ട് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ കാലത്ത് നമുക്ക് ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങാൻ സുഹൃത്തുക്കളെ. സ്റ്റേ ട്യൂൺഡ്. ആർക്കോ അമ്മ എന്നെ ജോലിക്ക് വിടണു എന്ന് പറഞ്ഞിട്ട് ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരാണോ കമൻറ്റ് ഇട്ട് നോക്കണേ? അമ്മേനെ ജോലിക്ക് വിട ഏതാ? അയ്യോ, അമ്മേനെ ജോലിക്ക് വിടരുത്. അമ്മമാരോട് സ്നേഹമുള്ളവരെന്താ ചെയ്യേണ്ടതെന്നറിയോ? അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലാണ്ട് പണി കളഞ്ഞ് വീട്ടിലിരുത്തല്ല ചെയ്യുക. എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ അസുഖങ്ങളും ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ചിലർ UK പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് കാശ് കയ്യിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും അമ്മയും അപ്പനും ജോലിക്ക് പോകണ്ട, എന്നിട്ട് വേറെ എന്തെങ്കിലും ആക്റ്റീവായിട്ട് ഇരിക്കുമോ? അതുമില്ല, വെറുതെ വീട്ടിലിരുന്ന് ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തും. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് മുട്ടുവേദന, കൈവേദന, മറ്റേ വേദന, ഓരോരോ വേദനകളാണ്. ഇനിയിപ്പോൾ ജോലിക്ക് വേണ്ടി പോകാണ്ടാവുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യേ. എൻ്റെ ഇന്നലത്തെ ഓർഗൻസിനുള്ള ഫാറ്റില്ലേ, അത് 1% കുറഞ്ഞു. ഞാൻ ഇന്നലെ ബോഡിയുടെ BMI ചെയ്തു.
എനിക്ക് അവിടെ ജിമ്മിൽ ഫ്രീയാ. BMI ചെയ്തപ്പോൾ എനിക്ക് ഈ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസും ഉണ്ടാകുന്ന ഫാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഓർഗൻസുമുള്ള ഫാറ്റിൻ്റെ ഇത് കുറഞ്ഞ് അതുമേ മസിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ആ കറക്റ്റ് വേർഡ് എനിക്ക് എൻ്റെ വായിൽ വരുന്നില്ല. നീ എക്സസൈസും ചെയ്ത് പ്രോട്ടീനെ മര്യാദയ്ക്ക് ഇൻടേക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര നേരമൊന്നും വേണ്ട. നീ മോനെ കുറ്റം പറയണ നേരം മതി. കാലത്ത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു കൊത്തലുണ്ട്. ആ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും, പക്ഷെ നീ അങ്ങനെ ആവേണ്ട ആവശ്യമില്ലല്ലോ. സൈക്കോളജി അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ കൊത്തറ നേരം ഉണ്ടെങ്കിൽ ഞാൻ ഡമ്പല് ഒരു 5-ൻ്റെ ഡമ്പലോ സ്വഭാവം കാണണു എന്ന് പറഞ്ഞിട്ട് ഈശോ ആ ചേച്ചിയുടെ ബാലൻസ് പോയതുകൊണ്ട്. എക്സസൈസ് ചെയ്യാനും പ്രോട്ടീൻ ഫുഡ് കഴിക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട. അതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്, ഒരു ഡിസിപ്ലിനാണ് അതൊക്കെ. ഇപ്പോൾ പറയാം അമ്മ വീട്ടിൽ 100 കൂട്ടം പണിയുണ്ട്, അതാണ് ഇതാണെന്ന്. ജോലിക്ക് പോകണം, ഒക്കെ ഓരോരോ ന്യായങ്ങളും ഓരോരോ ഇതുകളോ വിഷമങ്ങളോ. അപ്പോൾ അതാണ് എൻ്റെ കോൺസെപ്റ്റ് ഗൈസ്. ആരും ജോലിക്ക് പോവാതെ ഇനാക്റ്റീവായിട്ട് ഒരു എൻഗേജ്മെൻ്റ് ഇല്ലാതെ നല്ല വീട്ടിലിരിക്കരുത്. ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തിലെങ്കിലും ഒരു സമയം കണ്ടെത്തി എൻഗേജ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. ഗൈസ് നമ്മുടെ അമ്മേനെ കൊണ്ടാക്കി. ഈ കട തുറന്നിട്ടില്ലല്ലോ, 9:30 ആയിട്ടുള്ളൂ കേട്ടോ. 9:30-ക്ക് കട തുറക്കില്ലെന്ന് തോന്നുന്നത്. ചേടാ വേറൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. അവിടുത്തെ ഇതൊന്ന് നോക്കട്ടെ. സദേൺ എന്നാണ് പറഞ്ഞേ. എൻ്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സദേൺ കമ്പ്യൂട്ടേഴ്സ്. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3.5 കിലോമീറ്റർ പോയിട്ടുള്ളൊരു സ്ഥലത്താണ് കാൽവരി റോഡ്. നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. MG റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കി നോക്കാം. അവിടെ 9:30-ക്ക് ഞാൻ പറഞ്ഞ്, പക്ഷേ ഇത്ര കിലോമീറ്റർ ഓടിച്ച് പോകുമ്പോൾ എന്തായാലും 9:45 തിരക്കുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയും, അതായിരിക്കും നല്ലത് കേട്ടോ. ഗൈസ് നമ്മൾ കാൽവരി റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ PS5 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. PS5 എന്ന് എഴുതിയിട്ടുണ്ട്. ഏതാ വഴിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ലെഫ്റ്റിലാണല്ലോ. അപ്പോൾ ആ PS5 എന്ന് എഴുതിയ കാൽവരി ആശ്രമം പൂത്തോട് ഡിജിറ്റൽ വേൾഡ്. ഇവിടെ എവിടെയോ സദേൺ കമ്പ്യൂട്ടേഴ്സ് ഗെയിമിംഗ് ഹബ്ബ്. ചേട്ടാ ഈ ഗെയിമിംഗ് ഹബ്ബ് സദേൺ അങ്ങോട്ട് പോണ? എങ്ക ഇருக்கு സദേൺ? നല്ല നല്ല വീട് കേട്ടോ. ഇവിടെ വരണ വഴിക്ക് ഞാൻ കണ്ട് ഗേറ്റൊക്കെ ഇങ്ങനെ സെയിലിന് കൊടുക്കുമോ? ദൈവേ നമ്മൾ റോങ് റൂട്ടാ പോണ കേട്ടോ. റോങ് വേ. അതെ ഇവിടെയാണ് കേസ് സദേൺ. ചേട്ടാ ഗെയിമിൻ്റെ CD ഇവിടെയാണോ കിട്ടാ? ഗെയിമിൻ്റെ ഗെയിമുകൾ PS5 അവിടെയാണോ?
ഗൈസ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഞാൻ വേറെ കുറേ സ്ഥലങ്ങളിൽ പോയി കറങ്ങി തിരിഞ്ഞ് അവസാനം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓ ഇത് PS4 ലിസ്റ്റാണല്ലേ? ആ എൻ്റെ രണ്ട് യൂസ്ഡ് എൻ്റെ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. അത് തിരിച്ചെടുക്കും ഇപ്പോൾ എടുക്കണില്ല അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇത് വർക്ക് ചെയ്യിപ്പിച്ച് തരും. ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ട് എനിക്ക് അവർ വേറെ അയച്ചു തരാ ചെയ്ത് ഡിസ്ക് റീഡ് ആവാണ്ടേ. ഓക്കെ ഇത് കുറേ ഉണ്ടല്ലോ. ഇത് നോക്കണ്ട, ആ ഓക്കെ. ഇതിൽ നോക്കിയാൽ മതി അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ റേറ്റ് ആവും അല്ലേ? ആ ഓക്കെ. ഇതാണ് ഗെയിംസ്, PS4 ഗെയിംസുകൾ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ. ഏത് ഇത് PS5 അല്ലേ? ഇത് PS5ഉം ഇപ്പുറത്ത് PS4ഉം. ഏതാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിത് ഗെയിം പ്ലേ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കട്ടെ, എന്നിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് എടുക്കാട്ടെ ഏതെങ്കിലും. റേറ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ റേറ്റ് കാര്യങ്ങൾ? അടിയിൽ ഫുള്ള് ഫിഫ ആയിരിക്കണം. ഫിഫ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വാച്ച് ഡോഗ് എങ്ങനെ ഉണ്ടാവുമോ? വാച്ച് ഡോഗ്, പിന്നെ അൺചാർട്ടഡ്, പിന്നെ ഞാൻ ഏതൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സാണ് ഞാൻ കളിച്ചതെന്ന് തോന്നുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ കൂട്ടുകാരനാ നോക്കണം ഇവിടേക്ക്. അവൻ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാം. എൻ്റെ ഇവിടെ ഒല്ലൂരാ. ഞാനെപ്പോഴേ സ്ഥലം അവൻ വാങ്ങിക്കൊണ്ടുവരും, ഞാൻ കളിക്കും. ഞാൻ ഡയറക്റ്റ് വരാത്ത കാരണം എനിക്കൊരു സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. ഞാൻ വേറെ കുറേ സ്ഥലത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞിട്ടാണ് വന്നത് ഇവിടേക്ക്. ഇത് കുറുപ്പ റോട്ടിലാണ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പൂത്തോളൊക്കെ പോയി സദേണിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട്. ആ നോക്കട്ടെ ഗൈസ്, ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. വീട്ടിൽ പോയിട്ട് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 3 എടുത്തു, ഗ്രാൻ ടൂറിസ്മോയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും എടുത്തു. വീട്ടിൽ പോയിട്ട് 10:30 10:45 കട തുറക്കണം. കട തുറന്നിട്ട് ഞാനിവിടെ ഇരിക്കില്ല, പകുതി ഷട്ടർ തുറന്നിട്ട് എനിക്ക് ഡെലിവറി ഉണ്ട്. അത് ഡെലിവറി കൊടുക്കാൻ പോണ സുഹൃത്തുക്കളെ. ഗൈസ് കടയിൽ എല്ലാ മോഡൽസും വരുന്നുണ്ട് കേട്ടോ. ക്രാഡിയാക്ക്, ടോഡ്, ബറ്റാലിയൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയ ഒരു ബ്രാൻഡ് വരുന്നുണ്ട്. അയ്യോ ഇതെന്തത്? പുതിയ ബ്രാൻഡ് ഉദ്ദേശിച്ചത് ആ പുതിയ ബ്രാൻഡല്ല, നമ്മുടെ കടയിലേക്ക് പുതിയ ബ്രാൻഡ് വരുന്നുണ്ട് കേട്ടോ. മെറീഡയുടെ നമ്മൾ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. മെറീഡയുടെ വണ്ടിയൊക്കെ കിട്ടില്ല വണ്ടികളാണ്. എല്ലാവരും ട്രക്ക്, സ്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളെ പറയാറുള്ളൂ. പക്ഷെ മെറീഡിൽ നിന്ന് ആരും പുഷ് ചെയ്യാറില്ല. നമ്മൾ മെറീഡ പോളിഗൺ ഉണ്ട്, നമുക്ക് പോളിഗണിൻ്റെ പല ഇതുകളും ഓഫറിലുണ്ട്. അങ്ങനെ കുറേ മോഡൽസ് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഇപ്പോട്ടാ ഞാൻ ആക്ച്വലി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം നമുക്ക് ഡെലിവറി കൊടുക്കാണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷനും ഉണ്ട്. സസ്പെൻഷന് നമുക്ക് ഡെലിവറി കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും ഡെലിവറി കൊടുക്കാനാണ് ഷോപ്പിലേക്ക് വന്നത്. 2300 രൂപയാണ് പറഞ്ഞത് കേട്ടോ വില. 2300 രൂപ കൊടുത്തിട്ട് എനിക്ക് എന്തായാലും ആ ഗെയിം വാങ്ങണ്ട. ഞാൻ ഈ ഗെയിം വാങ്ങിയ സ്ഥലത്ത് തന്നെ ഞാൻ പോയി ചോദിച്ചേട്ടാ. അപ്പോൾ അവർ പറഞ്ഞു നീ ഷോപ്പിലേക്ക് അഡ്രസ്സിലേക്ക് അയക്കി, വേറെ മോഡൽസ് ഉള്ളത് ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ഇതൊന്ന് പൊതിയണം ഏതെങ്കിലും ഒരു പേപ്പറിൽ. ആഹാ ഏതോ അശ്വതി വേലയാണ്, അങ്ങനെ എന്തോ ഒരു വേലയുടെ പേപ്പറിൽ ഇത് പൊതിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്തേക്ക് കൊടുത്തു വിടാം കേട്ടോ. എന്നിട്ട് അവിടെയുള്ള മോഡൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടി. ഇതിൽ പൊതിഞ്ഞു കൊടുത്തിട്ട് പോയപ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കാവോ? ആൾക്കാരെന്ത് വിചാരിച്ചാലും കാര്യമില്ല ഗൈസ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അവരെന്ത് വിചാരിക്കുന്നു, ഇവരെന്ത് വിചാരിക്കണമെന്ന് നോക്കിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ നമ്മുടെ യുക്തി പോലെ കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഇത് പൊതിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇത് കിട്ടും കേട്ടോ, ഗെയിം കിട്ടും. യെസ്, ഞാൻ വീട്ടിലെത്തി 12 മണി 12:30 ആകുമ്പോൾ
ഞാൻ കട അടച്ചിട്ടില്ല, പകുതി ഷട്ടറിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പകുതി ഷട്ടറിൽ കട ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ DTDCയുടെ ഇതിലേക്ക് പോയിട്ട് അയച്ചു കൊടുത്തിട്ട് ഇന്ന് പോവും, നാളെ എത്തുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നാളെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റന്നാൾ 2-3 ദിവസത്തിനുള്ളിൽ പുതിയ ഡിസ്ക് ഇത് ഞാൻ ഓർഡർ ചെയ്യണം. തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ട് വേണമെന്ന് പ്ലേ സ്റ്റേഷൻ ഓൺ ചെയ്യാൻ. അന്ന് കളിച്ചു തുടങ്ങിയത് കേട്ടോ. ഞാൻ ആ കൂടി 3 മണിക്കൂർ നീളുന്ന ഞാൻ കാട്ടി തന്നില്ലേ, കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 3 അല്ലേ, അത് കളിച്ച് തീർത്തിട്ടുണ്ട്. വേറെ ഞാനൊന്നും GTA 5 ഇടയ്ക്ക് വല്ലപ്പോഴും കളിക്കും. പിന്നെ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറഞ്ഞതുണ്ട്, അത് വല്ലപ്പോഴും ഒന്ന് ഓൺ ചെയ്ത് കളിക്കുക, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ ഇതായിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഗെയിം വാങ്ങിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ച് നോക്കണം കേട്ടോ. സമയമാണ് അതിൻ്റെ ഒരു ഇത്. കാശ് എന്തെങ്കിലും ഇങ്ങനത്തെ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോൾ സമയം ഉണ്ടാവില്ല. സമയമുള്ള സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനുള്ള കാശോ സാമ്പത്തിക ഇതുങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ സമയമുള്ളപ്പോൾ. എന്തായാലും നമ്മളിത് പർച്ചേസ് ചെയ്യാം, ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ജൂണോനെ ഫീഡ് ചെയ്യിക്കണം. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഡയറ്റിൻ്റെ ഇത് നോക്കണം. സോയച്ചങ്ങ് നൊയമ്പാണല്ലോ, സോയച്ചങ്ങ് എന്തെങ്കിലും ഉണ്ടാക്കണം. അതിനുശേഷം ജിമ്മിൽ പോകണം. അങ്ങനെ ചെറിയ പരിപാടികളുള്ളൂ. സോ വീഡിയോ വെച്ച് എൻഡ് ചെയ്യാണ്. വേറെ വിശേഷങ്ങളൊന്നും ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ഡിസ്ക് വന്നിട്ട് ഞാൻ അറിയിക്കാം. നാളെ 6 മണിക്ക് ഡെയിലി വ്ളോഗുകൾ കാണാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.